ഇന്ത്യ വേഴ്സസ് NDAയിൽ മഹാരാഷ്ട്രയാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് ഏറ്റവും അധികം പ്രതിനിധികളെ അയക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആകെയുള്ളത് 48 സീറ്റ്. ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിനിധികളെ അയക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിനും വലിയ പ്രതീക്ഷയും വലിയ വെല്ലുവിളിയും മഹാരാഷ്ട്രയിലുണ്ട്. 5 ഘട്ടങ്ങളിലായിട്ട് അവിടുത്തെ പോളിംഗ് പൂർത്തിയായി. മെയ് 20 അവസാന ഘട്ട പോളിംഗ്. ഈ ഏറ്റവും അധികം സീറ്റ് എന്നതിനപ്പുറത്ത് പ്രാധാന്യം ഇത്തവണ മഹാരാഷ്ട്രയിലെ പോളിങ്ങിലുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം ശിവസേനയിലെയും NCPയിലെയും പിളർപ്പാണ്. ശിവസേനയെ പിളർത്തി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം MLAമാരെ അടർത്തിയെടുത്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് BJP ഷിൻഡെ ശിവസേന സഖ്യം സർക്കാരുണ്ടാക്കിയത്. അതിനുശേഷമാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCPയെ പിളർത്തി അവിടെ നിന്ന് കുറേ MLAമാരെ ഈ സഖ്യത്തിലേക്ക് BJP കൊണ്ടുവരുന്നത്. ഈ ശിവസേന പിളർന്നു എങ്കിലും ശിവസേന എന്നുള്ള പേര് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിനാണ് കിട്ടിയത്. അതേ അവസ്ഥ തന്നെയായിരുന്നു NCPയുടെ പിളർപ്പ് വന്നപ്പോഴും. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് NCP എന്നുള്ള പേര് അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള പിളർന്നുപോയ വിഭാഗത്തിനാണ് ലഭിച്ചത്. അപ്പോൾ ഈ പിളർപ്പിന് ശേഷം ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനും അവരുടെ സ്വാധീനം നഷ്ടമായിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെയ്ക്കും അജിത് പവാറിനും. അവർക്കും പാർട്ടിയിലെ അണികളുടെ പിന്തുണ അല്ലെങ്കിൽ പാർട്ടിക്കുണ്ടായിരുന്ന ജനസ്വാധീനം തങ്ങളുടെ പക്ഷത്താണ് എന്ന് ഉറപ്പിക്കണം. അതുപോലെ ഈ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വേണമെങ്കിൽ BJPക്ക് കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ കിട്ടിയ അത്രയും സീറ്റെങ്കിലും കിട്ടണം. കഴിഞ്ഞ തവണ BJP കിട്ടിയത് 23 സീറ്റാണ്. അപ്പോൾ അത്രയും സീറ്റെങ്കിലും BJPക്ക് ഇത്തവണയും കിട്ടണം. അങ്ങനെ പല നിലയ്ക്ക് പ്രാധാന്യമുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്. 48 സീറ്റിൽ NDAയിലെ സീറ്റ് വിഭജനം ഇങ്ങനെയായിരുന്നു. BJP 28 സീറ്റിൽ മത്സരിക്കുന്നു. ശിവസേന ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന 15 സീറ്റിൽ, NCP അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP 4 സീറ്റിൽ, രാഷ്ട്രീയ സമാജ് പക്ഷ 1 സീറ്റിൽ. ഇങ്ങനെയാണ് NDAയിൽ കക്ഷികൾ മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മഹാവികാസ് അഘാഡിയാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ശിവസേന 21 സീറ്റിൽ, കോൺഗ്രസ് 17 സീറ്റിൽ, ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP 10 സീറ്റിൽ. അങ്ങനെയാണ് മത്സരിച്ചത്. ഇതിന് പുറമെ ഒരു പക്ഷേ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ ഇടയുള്ള ഘടകം എന്നുള്ള നിലയ്ക്ക് അസദുദ്ദീൻ ഉവൈസി അവിടെ AIMIM 3 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുനട്ടാണ് അസദുദ്ദീൻ ഉവൈസിയുടെ AIMIM 3 സീറ്റിൽ മത്സരിക്കുന്നത്. പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡി അത് 1 സീറ്റിൽ മത്സരിക്കുന്നു. ഈ വഞ്ചിത് ബഹുജൻ അഘാഡി മഹാവികാസ് അഘാഡിയുടെ ഭാഗമാകാൻ ചർച്ചകളൊക്കെ നടത്തിയതാണ്. ഈ 2019 റിസൾട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. BJPയും അവിഭക്ത ശിവസേനയും ചേർന്ന് മത്സരിച്ചപ്പോൾ 41 സീറ്റിൽ അവർ ജയിച്ചിരുന്നു. BJP 23 സീറ്റിലും ശിവസേന 18 സീറ്റിലും. അവിഭക്ത NCP 4 സീറ്റിലും കോൺഗ്രസ് ഒരിടത്തുമാണ് 2019 ജയിച്ചത്. വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ, അതായത് 5 ഘട്ടങ്ങളിലായിട്ട് 2024 വോട്ടെടുപ്പ് മഹാരാഷ്ട്രയിൽ പൂർത്തിയാകുമ്പോൾ അപൂർവം മണ്ഡലങ്ങളിലൊഴികെ മറ്റെല്ലായിടത്തും പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായത് 2019 താരതമ്യം ചെയ്യുമ്പോൾ. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശക്തി കേന്ദ്രമായ താനെ, കല്യാൺ ഇവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. NCP വിഭാഗങ്ങളുടെ പോര് ശക്തമായി നടന്ന ബാരാമതി അത് ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ്. ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയും അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറും മത്സരിച്ച മണ്ഡലം. അവിടെ 6% പോളിംഗ് ശതമാനം 2019 താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞത്. 56.1% മാത്രമായിരുന്നു ഇത്തവണ അവിടുത്തെ പോളിംഗ്. എല്ലാ ഘട്ടങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയത് ആദിവാസി മേഖലകൾ കൂടി ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിലാണ്. മുംബൈ നഗരം ഏറ്റവും അവസാന ഘട്ടത്തിൽ, മഹാരാഷ്ട്രയിലെ പോളിംഗിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നത്. അവിടെയും 2019 അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. നമുക്കൊപ്പം ഉള്ളത് ഫോർച്യൂൺ ഇന്ത്യയുടെ നാഷണൽ കോർപ്പറേറ്റ് എഡിറ്റർ നെവിൻ ജോൺ ആണ്. സ്വാഗതം നെവിൻ. ഈ പോളിംഗ് ശതമാനം മഹാരാഷ്ട്രയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബംഗാളോ കേരളമോ അല്ലെങ്കിൽ കർണാടകമോ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്താൽ പോളിംഗ് ശതമാനം പൊതുവിൽ കുറവ് രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ് മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ. പക്ഷേ 2019 അപേക്ഷിച്ച് ഇക്കുറി വീണ്ടും കുറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? രാഷ്ട്രീയമായ കാരണങ്ങളാണോ അതോ മറ്റു കാരണങ്ങളാണോ? ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കാരണം 2019 സിറ്റുവേഷൻ തന്നെ എടുക്കാം. കാരണം വെച്ചാൽ February 14 ഈ പുൽവാമ അറ്റാക്ക് നടക്കുന്നത്.
ഫെബ്രുവരി 26 നമ്മുടെ ബാലക്കോട്ട് സ്ട്രൈക്ക് നടക്കുന്നു. അപ്പൊ ഈ ഒരാഴ്ചക്ക് പുറത്തുള്ള 1.5 സമയത്ത് നടന്ന ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ബോംബെയിൽ പ്രത്യേകിച്ച് നമ്മൾ ആ സമയത്ത് ജീവിക്കുന്ന സമയത്ത് പ്രധാനമായും ഒരുപാട് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടായിരുന്നു. ആ ബാനറുകളിൽ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് പെഹലെ പാകിസ്ഥാൻ കോ ദോക്കോ ബാദ് മേ ഇലക്ഷൻ എന്നുള്ളതായിരുന്നു. ഇതൊരു വലിയൊരു ക്യാമ്പയിനായിട്ട് മഹാരാഷ്ട്രയിലെ എല്ലായിടത്തും ഈ പുൽവാമയ്ക്കും ബാലക്കോട്ടിനും ഇടയിൽ വലിയൊരു ഇത് ഹൈപ്പായിട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ കൾമിനേഷൻ ആയിരുന്നു ഈ പറഞ്ഞ അതിന്റെ ഒരു അവസാനമായിരുന്നു ഈ ബാലക്കോട്ട് സ്ട്രൈക്ക്. ഈ ബാലക്കോട്ട് സ്ട്രൈക്ക് വന്നതോടുകൂടി പിന്നെ ഫെബ്രുവരി 26 ഏപ്രിൽ 11 ഇടയിൽ, ഏപ്രിൽ 11 ഫസ്റ്റ് ഫേസ്, ഇതിനിടയിൽ ആകപ്പാട് ഒരു 1.5 മാസത്തെ സമയം ആ ക്യാമ്പയിൻ പ്രോപ്പർ ക്യാമ്പയിന്റെ ടൈമാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ക്യാഷ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് BJP കഴിയും. കാരണം വെച്ചാൽ എക്രോസ് ഇന്ത്യ, അത് മഹാരാഷ്ട്രയുടെ കാര്യം മാത്രമല്ല, എക്രോസ് ഇന്ത്യ അത് വളരെ എഫക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ BJP കഴിഞ്ഞു. പിന്നെ ഈ 2014-19 കാലഘട്ടത്തില് ഭരണ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ ഇതും പ്രധാനമായിട്ട് ഈ പറയുന്ന നോട്ട് ബന്ദി നെഗറ്റീവ് ആണെങ്കിലും അതിലൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. നോട്ട് ബന്ദിയിലോ പിന്നെ അത് കഴിഞ്ഞ് GSTയിലോ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മൂവ്മെന്റ്, അവരുടെ ഒരു സ്റ്റെപ്പ് ഫർദർ എന്നുള്ളതൊക്കെ ഒരു നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ അതിന്റെ ഒരു ജനം അത് കണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഹൈപ്പ് ഉണ്ടായത്, ഈ ബാലക്കോട്ട് സ്ട്രൈക്കിന്. അപ്പൊ അത് വ്യക്തമായിട്ടും ജനങ്ങളിൽ ഒരു ആവേശം സൃഷ്ടിച്ചു. അത് ഞങ്ങൾക്ക് പോയി വോട്ടിടണം എന്നൊരു തോന്നല് ജനങ്ങളിൽ ഉണ്ടായി. ഞങ്ങൾക്ക് ഇത്തവണയും ഈ മോദി സർക്കാർ തുടരണം. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ 2014 അത് ഏകദേശം അതിന് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അതിന് സിമിലർ ആയിട്ടുള്ള ആന്റി ഇൻകംബൻസി, കോൺഗ്രസിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മഹാരാഷ്ട്രയിൽ ഒട്ടുമുക്കാൽ സ്ഥലത്തും ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ പറയുന്ന അഴിമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് NCP വലിയ അഴിമതി പാർട്ടിയാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ആദർശ് സ്കാം ഉൾപ്പെടെയുള്ള സ്കാമുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന അശോക് ചവാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രതികളായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ ആന്റി ഇൻകംബൻസിക്ക് അതിന്റെ ഡബിൾ ഹൈപ്പായിരുന്നു ഈ പറയുന്ന ബാലക്കോട്ട് സ്ട്രൈക്കിലൂടെ കിട്ടിയത്. അപ്പൊ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് ജനങ്ങൾ അത് വോട്ടിന് പോയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വലിയൊരു ആവേശമില്ല. ആവേശമോ അല്ലെങ്കിൽ എനിക്കൊരു വോട്ടിടണം. അപ്പൊ ഈ പറഞ്ഞ മോദിക്ക് പ്രോ മോദി വോട്ട് പോയതും ഈ പറഞ്ഞ ആന്റി മോദി വോട്ട് പോയതും ഉണ്ടായ ആ സമയത്തുണ്ടായിരുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് ഇതില്ല. ഇത്തവണ ഒരു വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇലക്ഷനായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ പറയുന്ന ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ആണ് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ഹൈലൈറ്റ് ചെയ്തതും. ഇപ്പം BJPയുടെ നേതാക്കളാണെങ്കിൽ പോലും അവർ മുന്നോട്ട് വെച്ച ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിൽ ഉറപ്പാക്കും, കൂടുതൽ റോഡുകൾ പണിയും, കൂടുതൽ പാലങ്ങൾ പണിയും. അപ്പൊ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യും എന്നുള്ളതായിരുന്നു. ഇപ്പം മറ്റ് എതിർചേരിയിലുള്ളവരെന്ന് പറഞ്ഞാൽ കോൺഗ്രസും ഈ പറഞ്ഞ ഉദ്ധവ് താക്കറെ പക്ഷവും ശരത് പവാർ പക്ഷവും അവരെല്ലാവരും വയ്ക്കുന്നത് ഈ പറഞ്ഞ സെയിം ആശയങ്ങൾ തന്നെയാണ്. അതിൽ ഞങ്ങളുടെ ആശയങ്ങൾ എന്ത്, ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരുന്നു അവർ കൂടുതലും പ്രപ്പോസ്. ഈ ക്യാമ്പയിനുകൾ രണ്ടും വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്ത് കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇത്തവണത്തെ ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ട്. ബാക്കി എങ്ങനെ മറ്റ് ക്യാമ്പയിൻ ടോപ്പിക്കുകൾ വന്നെങ്കിലും ഈ പറയുന്ന പോളറൈസേഷൻ എന്നൊക്കെ പറയുന്നത് വന്നെങ്കിലും പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന രണ്ട് ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വീണ്ടും മോദി ഭരണം തുടരും എന്ന് പറയുന്നൊരു, അപ്പൊ അതിനകത്ത് ശരി 2 പ്രാവശ്യം ഞാൻ വോട്ടിട്ടു, അപ്പൊ ഇനിയിപ്പോ തുടർന്നോട്ടെ, തുറന്നില്ലെങ്കിൽ തുറന്നില്ല എന്നുള്ള ഒരു ശക്തമായ ഒരു പക്ഷമുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇത്തവണ ഞാൻ എനിക്ക് അതിന് തിരക്ക് കാരണം എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വലിയൊരു പക്ഷമുണ്ട്. രണ്ടാമത്തെ ഒരു പക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്തായാലും മോദി വരും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വോട്ട് വേസ്റ്റായി, അതുകൊണ്ട് ഇത്തവണ എന്തായാലും ഞാനും പോകുന്നില്ല, എനിക്ക് എന്തായാലും ഇതിന് മാറ്റം വരാൻ സാധ്യതയില്ല, അപ്പൊ ഞാൻ അതിന് പോകുന്നില്ല. അപ്പം ഇത് രണ്ടും തുല്യമായി ഏകദേശം ഈക്വലി നിൽക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലത്തെ ഈ ആവേശം ഉണ്ടായ സമയത്ത് പോലും 2019 ആവേശം ഉണ്ടായപ്പോൾ പോലും മഹാരാഷ്ട്രയില് BJPക്ക് കിട്ടിയിരിക്കുന്ന 27% വോട്ടാണ്.
അതേ ഈ പറഞ്ഞ സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് കിട്ടിയിരിക്കുന്നത് 23+ കണ്ടാണ്. അപ്പൊ രണ്ടും കൂടെ 50% വോട്ട് അവർ നേടിയിട്ടുണ്ട്. അതേസമയം ഒപ്പോസിഷനായിട്ട് നിന്നിട്ടുള്ള കോൺഗ്രസും ഈ പറയുന്ന NCPയും ശരത് പവാറിന്റെ അവര് ഏകദേശം 30%, 32% വോട്ട് ജോയിന്റ് ആയിട്ട് നേടിയിട്ടുണ്ട്, 15-16% വെച്ചിട്ട്. അപ്പം ഈ എത്രയും വലിയ ആവേശം ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ ആ 32 മെയിൻറ്റെയിൻ ചെയ്തു. അപ്പുറത്ത് ആ സൈഡിൽ 50% ആയപ്പോഴത്തേക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 18% എന്ന് പറയുന്നത് 9% അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു മാറിക്കഴിഞ്ഞാൽ അതിൽ വലിയ വ്യത്യാസമാണ്. ഈ പറയുന്ന ആവേശം എന്ന് പറയുന്ന സാധനം അതായിരുന്നു ഒരു 5% അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കവർ ചെയ്യേണ്ടത് വെറും ഒരു 3-4% മാത്രമേ ഉള്ളൂ, വലിയൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് ശതമാനം വളരെ ക്രൂഷ്യലാണ് എന്ന് പൊതുവേ ഒരു വിലയിരുത്തലുണ്ടാകാനുള്ള ഒരു കാരണം. റൈറ്റ്. നമ്മൾ ഈ അവിടുത്തെ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ശിവസേനയിലെ പിളർപ്പ് അവിടുത്തെ മഹാരാഷ്ട്രയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഈ അടുത്ത കാലത്തുണ്ടായ ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. മഹാവികാസ് അഘാടി സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗത്തിലെ വലിയൊരു വിഭാഗം MLA-മാരെ BJP അടർത്തിയെടുക്കുന്നു. ആ സർക്കാർ താഴെ പോകുന്നു. പക്ഷേ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് വലിയ വൈരം ഈ രണ്ട് ശിവസേന വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് അവരുടെ ഒരു കരുത്ത് തെളിയിക്കേണ്ട ഒരു ആവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലുതാണ്. BJP-യോടും ഏക്നാഥ് ഷിൻഡെയോടും അവർക്ക് കണക്ക് തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷിൻഡെ പക്ഷത്തിനും അവരുടെ പ്രസക്തി തെളിയിക്കണം. എങ്കിൽ മാത്രമാണ് ആ സഖ്യത്തിൽ അവർക്കുണ്ടായിരുന്ന ഒരു മേൽക്കൈ, ഇപ്പോൾ മുഖ്യമന്ത്രി പദമൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു മേൽക്കൈ, അത് നിലനിർത്താൻ സാധിക്കുക. ഈ ഒരു പരസ്പര വൈരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലുള്ള ഒരു മത്സരം അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടായിരുന്നു. അതിൽ ആർക്കാണ് ഈ ഗ്രൗണ്ടിൽ കൂടുതൽ പിന്തുണ ലഭിച്ചതെന്നാണ് ഈ പ്രചരണം കണ്ടപ്പോൾ തോന്നിയത്? ഇത് പൂർണ്ണമായും ഒരു സെന്റിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത് തുടക്കം മുതലേ. കാരണം വെച്ചാൽ ആദ്യമായൊരു ഠാക്കറെ മുഖ്യമന്ത്രിയാകുന്നു. ആ ഠാക്കറെ പുറത്താക്കുന്നതിന് BJP പാർട്ടിയെ തന്നെ പിളർത്തുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന എന്തായിരുന്നു എന്നാൽ ഇത് BJP മിക്കവാറും കോൺഗ്രസിനെ പിളർത്തും. ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് ആകുന്ന പ്രതീക്ഷിച്ചിരുന്നത് എല്ലാ സംസ്ഥാനങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ, ഈ ഗോവയിലാണെങ്കിലോ കർണാടകത്തിലാണെങ്കിലോ എവിടെയാണെങ്കിലും ഈ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് പിളർത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനെ ആയിരിക്കും ശ്രമിക്കുന്ന BJP എന്നുള്ളത്. പക്ഷേ അതിന് വിപരീതമായി ഒരു കാഡർ പാർട്ടിയായ ശിവസേനയെ ആണ് അത് BJP പിളർത്തിയത്. അത് പിളർത്തുക എന്നുള്ളതല്ല ആക്ച്വലി ടേംസ്. BJP-യിൽ ഓൾമോസ്റ്റ് 70-80% ലീഡേഴ്സും ശിവസേന വിട്ടുപോവുകയാണ് ഉണ്ടായത്. പുതിയ ഏകനാഥ് ഷിൻഡെയുടെ കൂടെ അവരുടെ കൂടെ ചേർന്ന് ഒരു പാർട്ടി ഒരു കക്ഷിയായി മാറുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അത് വളരെ വലിയൊരു ഷോക്കാണ് ഈ പറയുന്ന ഠാക്കറെ ഫാമിലിക്ക് കൊടുത്തത്. അപ്പം അത് ഉദ്ധവ് ഠാക്കറെ അത് എങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളത് അറിയത്തില്ല. കാരണം അവരുടെ ഒരു ഇമേജ് തന്നെ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ലീഡർഷിപ്പിലാണ്. അപ്പം ഈ ഒരു പെട്ടെന്നൊരു പിളർപ്പിലേക്ക് പോവുക, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പാർട്ടി വിട്ടു പോവുക, വെറും ഠാക്കറെ ഫാമിലിയും വളരെ എണ്ണയെടുക്കാവുന്ന കുറച്ച് നേതാക്കന്മാരും അതിനെ തുടർന്ന് പിന്നെ അവരുടെ ശാഖകളും മാത്രമായി ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അത് അവരുടെ പ്രൈഡിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അവരുടെ അഭിമാനത്തെ ഭയങ്കരമായി ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷനായി മാറി. അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഉദ്ധവ് ഠാക്കറെയും മകൻ ആദിത്യ ഠാക്കറെയും അതിനുവേണ്ടി അതിഭയങ്കരമായി പ്രയത്നിച്ചിട്ടുണ്ട്. അവർ ആദ്യകാലം മുതൽ തന്നെ ഇവരുടെ കാഡർ സിസ്റ്റം വഴി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ ഈ പറയുന്ന അവരോട് ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരികയും അവർക്ക് കീ പൊസിഷനുകളിൽ ഈ പ്രമുഖ നേതാക്കൾ വിട്ടുപോയ സമയത്ത് തന്നെ ഈ ഒരു പുതിയ ലീഡർഷിപ്പ് അവർ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരിക്കലും പെട്ടെന്ന് പൊങ്ങി വരാൻ സാധ്യതയില്ലാത്ത ഒരുപാട് നേതാക്കന്മാർ ലോക്കൽ ലീഡർഷിപ്പ്, മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ എല്ലായിടത്തും പെട്ടെന്ന് അവർക്ക് പ്രൊമോഷൻ കിട്ടി വരികയുണ്ടായി. അപ്പൊ ആ ഒരു സിസ്റ്റം, ആ ഒരു ലീഡർഷിപ്പിന്, പുതുതായി ഉണ്ടായ ഒരു ലീഡർഷിപ്പിന് ഇതൊരു വലിയൊരു ചലഞ്ചാണ്. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ ബോംബെയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ഒരു ക്യാമ്പയിൻ ലീഡ് ചെയ്യുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്.
പിന്നെ ഈ ഏകനാഥ് ഷിൻഡെയുടെ കൂടെ പോയ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്നവരൊഴിച്ച് ഈ പറയുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആ ഒരു കാഡർ സിസ്റ്റം അത് അവരുടെ പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സംസ്ഥാന വ്യാപകമായിട്ട് അവർക്കില്ല. അത് ഇപ്പൊ താനെയിലോ കല്യാണിലോ അപ്പൊ അങ്ങനെ ബോംബെയില് അപ്പൊ അതെല്ലാം അവിടെയെല്ലാം അവർക്ക് ആ ഒരു സിസ്റ്റം അവൈലബിൾ ആണ്. അല്ലാതെ ഈ പറയുന്ന എക്രോസ് മഹാരാഷ്ട്ര അതൊരു ഉണ്ടോ എന്ന് എനിക്കൊരു വളരെ സംശയം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സംഭവിച്ചത് NCPയിൽ ശരത് പവാർ സഖ്യത്തില് ശരത് പവാറിന്റെ കൂടെ നിന്നവരിൽ അജിത് പവാറും ടീം ഏറ്റവും ആരോപണ വിധേയരായിരുന്നവരാണ് ഈ പറയുന്ന പ്രഫുൽ പട്ടേൽ ആണെങ്കിലോ അജിത് പവാർ ആണെങ്കിലോ ഇവരെല്ലാം ഒരേ സമയം BJPയുടെ സഖ്യകക്ഷിയായി പോവുകയും ശരത് പവാറും മകളും സുപ്രിയ സുളയും പിന്നെ അവരുടെ വളരെ അടുത്ത ബാരാമതിയിലെ ലീഡേഴ്സും ഒക്കെ ആയിട്ട് വളരെ ചെറിയൊരു ഗ്രൂപ്പായി ചുരുങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ ശരത് പവാർ അധികം സീറ്റുകൾക്ക് വേണ്ടി ഡിമാൻഡും ചെയ്തിട്ടില്ല. ആക്ച്വലി 10 താഴെ സീറ്റുകൾക്ക് മാത്രമേ അവര് ശ്രമിച്ചിട്ടുള്ളൂ. ഈ ഒരു അതേസമയം ഇവരുടെ കോർ പോക്കറ്റുകളിൽ ഈ ശരത് പവാറിനും അനുകൂലമായും ഉദ്ധവ് ഠാക്കറേക്ക് അനുകൂലമായും വളരെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. ആ ഒരു സെന്റിമെന്റ്സ് എങ്ങനെ അത് സീറ്റായി മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ 2019 ഇലക്ഷനിൽ 23% വോട്ട് ഷെയർ ശിവസേനയ്ക്ക് കിട്ടിയെങ്കിൽ ആ 23% ഈ ബാലക്കോട്ട് സ്ട്രൈക്ക് ഒരു വലിയൊരു ഫാക്ടറാണ്. ആ ബാലക്കോട്ട് സ്ട്രൈക്ക് ഒരു ഫാക്ടറാണ്. അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രോ മോദി വോട്ട്സും ഈ 23-ലുണ്ട്. അതും എടുത്തു മാറ്റി ഈ പറയുന്ന ഷിൻഡെ പോലുള്ള ലീഡേഴ്സ് അവര് ലോക്കലി ബിൽഡ് ചെയ്ത അവരുടെ ഒരു ഗ്രാസ് റൂട്ട് അവരുടെ ബേസ് വോട്ട് ബാങ്ക് ഉണ്ട്. അതും എടുത്തു മാറ്റി കഴിഞ്ഞാൽ അതിന് പുറമെ പ്ലസ് ഈ പറയുന്ന ഉദ്ധവ് ഠാക്കറെ സെന്റിമെന്റ് അല്ലെങ്കിൽ ശരത് പവാറിന്റെ കാര്യത്തിൽ ഈ ഫാക്ടേഴ്സ് ഒന്നും വരുന്നില്ല. ഈ ഉദ്ധവ് ഠാക്കറെ സെന്റിമെന്റ് ഉദ്ധവ് ഠാക്കറെ സെന്റിമെന്റ് എന്നുള്ളത് ആഡ് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള. പൊതുവെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളായ കർഷക സമരം, മറാഠ വോട്ട് റിസർവേഷൻ ഇതൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഇതിനെല്ലാം അനുകൂല നിലപാടാണ് ഈ ഉദ്ധവ് ഠാക്കറെ അവരുടെ കക്ഷി എടുക്കുന്നത്, അവരുടെ പാർട്ടി എടുത്തിരിക്കുന്നത്, ഉദ്ധവ് ഠാക്കറയുടെ ടീം എടുത്തിരിക്കുന്നത്. അപ്പൊ അവരിതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ അവര് ഈ പറയുന്ന മറാഠകളും കർഷകരും ഉൾപ്പെടുന്ന ഒരു വലിയൊരു വിദർഭ മറാഠ്വാഡ റീജിയനിൽ അവർക്കൊരു ചെറിയൊരു കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറയുന്ന ബാലക്കോട്ട് ഉണ്ടായത് BJPക്ക് ഇത്തവണ ഇല്ല എന്നുള്ള ഒരു ഘടകം കൂടെ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഉദ്ധവ് ഠാക്കറേക്ക് കുറച്ച് കൂടുതൽ അനുകൂലമായ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തിൽ. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ചുരുങ്ങിയ സീറ്റുകളിൽ മത്സരിക്കുന്നു. അവരുടെ കോർ വോട്ട് ബാങ്കിനെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് വ്യക്തമായും അവിടെ അവര് കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റുകളിൽ ജയിച്ചു. 4 സീറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, 4 സീറ്റിൽ. നമുക്ക് NCPയിലേക്ക് വരാൻ മുമ്പ് ഈ ശിവസേനയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ചോദിച്ചോളൂ. ഇപ്പോൾ ഏകനാഥ് ഷിൻഡെ ഭൂരിഭാഗം നേതാക്കളെയും MLA-മാരെയും കൂട്ടി BJPയുടെ ഭാഗത്തേക്ക് മാറി ശിവസേന എന്ന പേര് അവർക്ക് തന്നെ കിട്ടി. ഇതൊക്കെ ആണെങ്കിൽ പോലും അധികം വൈകാതെ ഏകനാഥ് ഷിൻഡെക്കൊപ്പം അണികൾ അത്രത്തോളം ഇല്ല എന്ന തോന്നൽ BJPയിൽ ഉണ്ടായോ? അതുകൊണ്ടാണോ ഈ രാജ് താക്കറെയുടെ MNSനെ കൂടെ കൂട്ടാൻ അവർ തീരുമാനിച്ചത്? രാജ് താക്കറെ ആകട്ടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MNS മത്സരിക്കുന്നില്ല, NDAക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതേസമയം റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MNSനെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ BJP സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ് താക്കറെയുടെ പിന്തുണ പ്രഖ്യാപനം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഷിൻഡെ പക്ഷത്തിൻ്റെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അണികളിൽ അവർക്ക് സ്വാധീനം അത്രത്തോളം ഇല്ല എന്നുള്ളൊരു കുറവ് ഈ രാജ് താക്കറയെ കൊണ്ട് നികത്താൻ BJPക്ക് സാധിക്കുമോ? BJP ഈ പൊതുവെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതിന് മുൻപ് തന്നെ BJPക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർക്കറിയാം എന്താണ് അവരുടെ ഇത്തവണ വർക്ക് ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവരുടെ സിസ്റ്റംസ് വഴി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് ആര് വന്നാലും ഏത് പൊതു ലീഡർ വന്നാലും, ഇപ്പൊ പ്രകാശ് അംബേദ്കർ ആണോ അതോ ഈവൻ ഒവൈസി ആണെങ്കിൽ പോലും അവർക്ക് അവരുടെ മുന്നിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ഇല്ല. ആക്ച്വലി മിനിമം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള. അപ്പൊ അതിനകത്തേക്ക് രാജ് താക്കറെ എന്ന് പറയുന്നത്, രാജ് താക്കറെ എല്ലാവർക്കും അറിയാം,
പുള്ളി ഒരു വലിയൊരു ക്രൗഡ് പുള്ളറാണ്. ക്രൗഡ് പുള്ളർ ഇൻ ദ സെൻസ് വലിയൊരു നല്ലൊരു സ്പീക്കറാണ്. പുള്ളിയുടെ പ്രസംഗങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വരും. പക്ഷെ അതൊരിക്കലും വോട്ടായി മാറുന്നില്ല. ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ടുള്ള ഇലക്ഷനുകൾ എടുത്തു കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹത്തിന് അതിനെ ഒരു വോട്ടാക്കി മാറ്റാനുള്ള ഒരു സിസ്റ്റം ഇല്ല. അത് BJP ഇത്തവണ രാജ് താക്കറെ വന്നിട്ട് പോലും രാജ് താക്കറെ അത്രമാത്രം BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തോന്ന് അറിയില്ല. കാരണം അത് വളരെ കുറച്ചായിട്ട് അതിന് പ്രകടമായിട്ടുള്ളൂ രാജ് താക്കറയുടെ പ്രസൻസ്. അതുകൊണ്ട് ഇവര് വെറും ഈ ഒരു ന്യൂസ് ഹെഡ്ലൈൻ ക്രിയേഷൻ എന്നുള്ളതിനപ്പുറമായിട്ട് അതൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു വോട്ട് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് BJPക്ക് അതിന്റെ ഒരു ഉദ്ധവ് താക്കറെ പോയതിന്റെ വീക്ക്നെസ് വ്യക്തമായിട്ട് BJPക്ക് അറിയാം. അതിന്റെ തുടർച്ചയായിട്ടാണ് അവർ ഈ എല്ലാ പുതിയ ഇക്വേഷൻസ് ട്രൈ ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ നേരത്തെ NCPയുടെ കാര്യം സൂചിപ്പിച്ചു. ശരത് പവാർ ഇത്തവണ 10 സീറ്റിലാണ് NCP മത്സരിക്കുന്നത്. ശരത് പവാർ വിഭാഗം കൂടുതൽ സീറ്റിനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. അവരുടെ കോർ വോട്ട് ബാങ്കിനെ ഉദ്ദേശിച്ച് മാത്രം മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ കോർ വോട്ട് ബാങ്കിനെ തന്നെ ആയിരിക്കുമല്ലോ അജിത് പവാറും ലക്ഷ്യമിടുക. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് ലെവലിൽ എങ്ങനെയാണ്? അജിത് പവാറിൻ്റെ NCPക്കാണോ അതോ ശരത് പവാറിൻ്റെ NCPക്കാണോ കൂടുതൽ കരുത്ത്? പുറത്തുനിന്ന് വിലയിരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് ഫാക്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. എന്നാൽ അകത്ത് നിൽക്കുന്നവർക്ക് ഇപ്പോൾ ബാരാമതിയിലോ അവരുടെ കോർ വോട്ട് ബേസിലോ ഇപ്പോൾ സാംഗ്ലി, സത്താറ അവിടെ നിൽക്കുന്നവർക്കൊന്നും ഇതൊരു രണ്ടായിട്ട് അവരിതിനെ കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടിയും ഏത് സമയത്തും മേർജാവും, വീണ്ടും സ്പ്ലിട്ടായാലും ഇവരുടെ ഡയറക്ഷൻ വിൽ ബി ഓൾമോസ്റ്റ് അവരുടെ ഇൻട്രസ്റ്റ്, ദെയർ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്നുള്ളതായിരിക്കും അവരുടെ ഡയറക്ഷൻ എന്നുള്ള ഒരു പൊതുവികാരം ഈ ഇവരുടെ പ്രദേശങ്ങളിൽ ഇവരുടെ വോട്ട് ബാങ്ക് ഉള്ള പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. ഇപ്പൊ അജിത് പവാർ ജയിച്ചാലോ അല്ലെങ്കിൽ ശരത് പവാർ ജയിച്ചാലോ എഫക്റ്റീവ്ലി ഇവർക്ക് ഈ ഒരു പവാർ ഫാമിലിക്ക് തന്നെയാണ് മേൽക്കോയ്മ എന്നുള്ളതാണ് ഒരു മെസ്സേജ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ കൂടുതലും ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഈ പറഞ്ഞ സുപ്രിയ സൂളെ ചിലപ്പം ജയിക്കും. അജിത് പവാറിന്റെ വൈഫ് അത്ര കാരണം വെച്ചാൽ ഇലക്ഷൻ ഫ്രണ്ടിൽ സുപ്രിയ സൂളെ വളരെ ഫെമിലിയറായ ഫേസ് ആണ്, ശരത് പവാറിന്റെ മകളാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള ചില കാൻഡിഡേറ്റ്സ് NCP കാൻഡിഡേറ്റ്സ് ജയിക്കും. അജിത് പവാർ പക്ഷത്തു നിന്ന് എത്ര പേര് ജയിക്കുമെന്ന് അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരും ഈ പറഞ്ഞ മോദിയുടെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പവാർ ഫാമിലി ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ BJPയുടെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിൽക്കുന്നത്. അപ്പൊ അത് എത്രമാത്രം വോട്ടർമാരുടെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതും ഒരു വലിയ വിഷയമാണ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ശരത് പവാർ പക്ഷത്തിനുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മഹാവികാസ് അഘാഡിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ സർക്കാരിൽ ഭാഗമായിരുന്നു. നേരത്തെ മഹാരാഷ്ട്രയിൽ സർക്കാരിന് നേതൃത്വം നൽകിയിട്ടുള്ള പാർട്ടിയാണ്. സ്വാധീനം വലിയ തോതിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ അശോക് ചവാൻ ഉൾപ്പെടെ നേതാക്കൾ BJPയിലേക്ക് ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് കോൺഗ്രസിനെ ദുർബലമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ദൗർബല്യം മറികടക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? പൊതുവെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഒരു 20-30 വർഷത്തിന്റെ സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വിലാസ്റാവ് ദേശ്മുഖ്, അശോക് ചവാൻ, പൃഥ്വിരാജ് ചവാൻ, ഇങ്ങനെ പല മുഖ്യമന്ത്രിമാരും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരാരും ആക്ച്വലി ഒരു ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ഇലക്ഷൻ ലീഡ് ചെയ്യുന്നില്ല. കഴിഞ്ഞ 2 ഇലക്ഷനും അവരുടേതായ ഇപ്പൊ നാന്ദേഡില് അശോക് ചവാൻ ഇലക്ഷൻ പ്രചരണം നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും അശോക് ചവാൻ ഒരിക്കലും ബോംബെയിലേക്ക് വന്നൊരു ഇലക്ഷൻ ലീഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പൃഥ്വിരാജ് ചവാൻ അയാളുടെ ഏരിയകളിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വിലാസ്റാവ് ദേശ്മുഖിന്റെ മക്കളും ഫാമിലി എന്നുള്ള ഒരു മകൻ അവരുടെ റീജിയണിൽ മാത്രം ഫോക്കസ്, ഇതല്ലാതെ അതിന് പുറത്തൊരു ക്യാമ്പയിൻ ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ മഹാരാഷ്ട്രയ്ക്ക് പൊതുവായൊരു കോൺഗ്രസ് ലീഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ ക്യാമ്പയിനറോ
ഒരു കോൺഗ്രസ് ടോൾ ലീഡറോ മഹാരാഷ്ട്രയിൽ ഇല്ല. അത് 10-20 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ പറയുന്ന വോട്ടർമാരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഈ നേതാക്കൾ എന്ന് പറയുന്നത് അവര് ഈ BJP ആണെങ്കിലോ കോൺഗ്രസ് ആണെങ്കിലോ എന്ത് വ്യത്യാസമെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള നേതാക്കളാണ് ഇവർ ഈ ഇതിനകത്തുള്ളത്. ഈ കോൺഗ്രസിന് പൊതുവെയുള്ള, കാരണം നമ്മളിപ്പം സഞ്ജയ് നിരുപം പോയി, മിലിന്ദ് ദേവറ പോയി. അപ്പം ഇവര് BJP ആശയങ്ങൾക്ക് വലിയൊരു ഈ രണ്ട് പൊളിറ്റിക്കൽ സെക്ഷൻസും തമ്മിൽ വലിയൊരു വ്യത്യാസം കാണാത്ത ലീഡേഴ്സ് ഒരുപാടുണ്ട്. അത് ഈ പറയുന്ന നാനാ പട്ടോളെ പോലും BJP-യിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ലീഡർഷിപ്പ് ഡ്രിവൺ പൊളിറ്റിക്കൽ പാർട്ടിയാണ് മഹാരാഷ്ട്രയിൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദ്ധവ് ഠാക്കറെ പോലെയോ അല്ലെങ്കിൽ ശരത് പവാറിനെ പോലെയോ ഇപ്പൊ ഈവൻ ദേവേന്ദ്ര ഫഡ്നവിസിനെ പോലെ ഒരു ലീഡർ കോൺഗ്രസിനകത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് ജയിച്ചു പോയാൽ അങ്ങനെയുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ പ്രാവശ്യം കൂടുതൽ കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അതിന് കണ്ടറിയണം. റൈറ്റ്. ഈ BJP ശിവസേന സഖ്യ സർക്കാർ അല്ലെങ്കിൽ ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന BJP സഖ്യം, ഇതിനോട് വലിയ വൈരം ഈ മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്, പല കാരണങ്ങളാൽ. NCPക്കും ശിവസേനയ്ക്കും അത് നേരിട്ടുള്ള കാരണം തന്നെയാണ്. കോൺഗ്രസിനാകട്ടെ അവർ സഖ്യ സർക്കാരിനെ അട്ടിമറിച്ച് പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നേതാക്കളെ ചേരി മാറ്റിയതിൻ്റെ പ്രശ്നമുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ വൈരം ഈ സഖ്യത്തെ കൂടുതൽ ഏഴെടുപ്പത്തോടുകൂടെ പ്രവർത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുമോ? ഈ വൈരം എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ ഉദ്ധവ് ഠാക്കറെ പക്ഷത്തിനും ശരത് പവാർ പക്ഷത്തിനും, ഉദ്ധവ് ഠാക്കറെയാണ് പ്രൈമറിലി, പുള്ളിക്ക് ആ ഒരു ഉദ്ധവ് ഠാക്കറെ പക്ഷത്തിന് ആ ഒരു ഈ പറയുന്ന ആങ്കറുണ്ട്. അല്ലാതെ ഈ ശരത് പവാർ പക്ഷം നമുക്ക് അത്ര വിശ്വാസ്യമായിട്ട് എടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കാരണം വെച്ചാൽ അവർക്ക് എത്രമാത്രം പൂർണ്ണമായും ഈ പറയുന്ന വൈര്യം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത്, കോൺഗ്രസ് സെൻട്രൽ ലീഡർഷിപ്പിലാണ് ഈ പറയുന്ന ആങ്കർ, ഈ ഒപ്പോസിഷൻ വരുന്നു, ഈ വൈരം വരുന്നു. രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോ ഒക്കെ പറയുന്ന ആ ഒരു സെൻട്രൽ CWCക്കാണ് ആ ഒരു ഇതിനോട് എതിർപ്പ് വരുന്നത്, ഈ ഒരു ദേഷ്യം വരുന്നു. അല്ലാതെ അപ്പോൾ ഈ ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്ലസ് ഈ ഉദ്ധവ് ഠാക്കറെ പക്ഷം പ്ലസ് ശരത് പവാർ ഇവരുടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ യുണൈറ്റഡ് ഫ്രണ്ടിൽ അവർ ഭാഗമാണ്. അപ്പം ആ ഒരു മാറ്റം വരാൻ, അത് മാത്രമല്ല ഈ ശരത് പവാർ പക്ഷത്തിന് ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപാട് ആ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ കാൻഡിഡേറ്റ്സിന്റെ ജയപരാജയ സാധ്യതകളെന്ന് അവർക്കറിയാമായിരിക്കണം. അതുകൊണ്ടായിരിക്കും ആ ഒരു രണ്ട് പക്ഷത്തു നിന്ന് തന്നെ ഒരു മത്സരിക്കുന്നു. ഈ പറയുന്ന BJP-യോടൊപ്പം നിന്ന് ഒരേ സമയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കൊപ്പം നിന്ന് മത്സരിക്കുന്നു. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ഈ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്ലസ് ഉദ്ധവ് ഠാക്കറെ പ്ലസ് ശരത് പവാറാണ്. അവർ തമ്മിലാണ് ഈ കോർഡിനേഷൻ. അല്ലാതെ അത് എഫക്റ്റീവ്ലി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്രമാത്രം പോയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഈ പ്രധാനമായും ശിവസേന പക്ഷത്തിന്റെ, ഈ ഉദ്ധവ് ഠാക്കറെ പക്ഷത്തിന്റെ വോട്ടുകൾ എത്ര പെർസെൻറ്റേജ് കോൺഗ്രസിലേക്ക് പോകും, കോൺഗ്രസ് കാൻഡിഡേറ്റിനും, അല്ലെങ്കിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ശരത് പവാറിന് വോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ഇപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ്. അത് ഇനി അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. NDAയുടെ കാര്യത്തിലോ, NDAയിൽ എത്രമാത്രം ഏഴെടുപ്പുണ്ട്? കാരണം ഇപ്പോൾ NCPയെ പിളർത്തി അജിത് പവാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഷിൻഡെ പക്ഷത്തിന് അതൃപ്തികളുണ്ടായിരുന്നു. ഇപ്പോൾ രാജ് താക്കറെ അടുപ്പിക്കുമ്പോൾ അത് NCP വിഭാഗത്തിനും അജിത് പവാർ വിഭാഗത്തിനും ഷിൻഡെ വിഭാഗത്തിനും അതൃപ്തിക്ക് കാരണമാകാൻ ന്യായങ്ങളുണ്ട്. കാരണം വെച്ചാൽ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ സീറ്റ് വിഭജനത്തിൽ രാജ് താക്കറയുടെ MNSന് കൂടുതൽ പരിഗണന കൊടുക്കുന്നൊരു സാഹചര്യം വരാം. അപ്പോൾ ഇത്തരം അതൃപ്തികൾ NDAയിലുണ്ട്. ഇത് NDAയുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ?
ഇത് തുടക്കത്തിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ആ, ഇത് ഈ ഇലക്ഷനിലും അടുത്ത അസംബ്ലി ഇലക്ഷനിലേക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് തുടർന്ന് പോവുകയാണെങ്കിൽ അവരുടെ അവരുടെ പക്ഷങ്ങളുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കപ്പെടും. ഈ പറയുന്ന ഏക്നാഥ് ഷിൻഡെ പക്ഷത്ത് നിൽക്കുന്ന പല നേതാക്കളും വേണമെങ്കിൽ തിരിച്ച് ഉദ്ധവ് ഠാക്കറെ ക്യാമ്പിൽ പോകും. അവസാനം ഏക്നാഥ് ഷിൻഡെ മാത്രമായി പോകും. അതിനെക്കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് അവർ അതിൽ കോംപ്രമൈസ് ചെയ്യും. എനിക്ക് തോന്നുന്ന കൂടുതൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കേണ്ടത് ഇവരാണ്, ഈ ഏക്നാഥ് ഷിൻഡെ പക്ഷവും അജിത് പവാർ പക്ഷമാണ്. അജിത് പവാർ എന്ന് പറയുന്നത് വേണമെങ്കിൽ അയാൾക്ക് ആ ഒരു പക്ഷത്തിന് തിരിച്ച് NCP-യിലേക്ക് പോവാം. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഒപ്പോസിഷൻ യൂണിറ്റിയാണ് സെൻട്രൽ ലീഡർഷിപ്പിൽ വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അജിത് പവാർ പക്ഷം എവിടെ നിൽക്കുമെന്നൊക്കെ പറയാൻ പറ്റില്ല. അവർ വേണമെങ്കിൽ തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഈ പറയുന്ന അധികം സീറ്റില്ലെങ്കിൽ BJP സഖ്യത്തിൽ തന്നെ തുടരാനും സാധ്യതയാണ്. അതുകൊണ്ട് ഇവർക്കും ഈ പറയുന്ന ഏകനാഥ് ഷിൻഡെക്കും അജിത് പവാറിനും അവരെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു ക്രൂഷ്യലായ ഇലക്ഷനാണ്. അത് അവർക്ക് ആരോട് എതിർപ്പുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം. അജിത് പവാറിന് NCP-യിലേക്ക് തിരിച്ചു പോയാലും ഈ പറയുന്ന സുപ്രിയ സോളയോടുള്ള മത്സരത്തിൽ പാർട്ടി ലീഡർഷിപ്പ് ആർക്ക് കൊടുക്കണം തീരുമാനിക്കുമ്പോഴത്തേക്ക് അവിടെയും ഒരു മേൽക്കോയ്മ വേണമെങ്കിൽ ഇന്ന് സീറ്റ് എടുക്കണം, ഇന്ന് സീറ്റ് കിട്ടണം, ഒറ്റയ്ക്ക് മത്സരിച്ച് ആ സീറ്റ് നേടണം. അങ്ങനൊരു ഫാക്ടർ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇതൊരു അവരെ സംബന്ധിച്ചുള്ള വളരെ ക്രൂഷ്യലായ, രണ്ട് ഭാഗത്തും ക്രൂഷ്യലാണ്. പക്ഷെ എന്നാൽ ഈ വൈരം എന്ന് പറയുന്നത് പ്രധാനമായും ഈ പറയുന്ന MVA പറയുന്നത് അവരുടെ ഈ കോൺഗ്രസ് സെൻട്രൽ ലീഡർഷിപ്പും ഈ പറയുന്ന ലോക്കൽ ലീഡർഷിപ്പും തമ്മിലാണ്. അപ്പർ സൈഡിൽ ഈ ലോക്കൽ ലീഡർഷിപ്പ് അവരുടെ സർവൈവലിന് വേണ്ടിയുള്ള ഫൈറ്റാണ് നടത്തുന്നത്. റൈറ്റ്. നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 23% വോട്ട് ശിവസേന, അവിഭക്ത ശിവസേനയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ ഈ പ്രോ ബാലക്കോട്ട് അല്ലെങ്കിൽ പ്രോ മോഡി ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാലും ഏതാണ്ട് ഒരു 15-17% വോട്ട് ശിവസേനയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വോട്ട് ഇപ്പോൾ ഈ ഉദ്ധവ് പക്ഷം ഇല്ലാത്തത് ഈ വോട്ട് പെർസെൻറ്റേജ് BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് ലഭിച്ചിരിക്കുന്ന ഈ വോട്ട് പെർസെൻറ്റേജിൽ ചെറുതല്ലാത്തൊരു ഇടിവ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് NDA ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ അജിത് പവാറിൻ്റെ NCP-യെ കൊണ്ട് ആ തിരിച്ചടി, അതായത് ഉദ്ധവ് പക്ഷം ഇല്ലാത്തതുകൊണ്ടുള്ള തിരിച്ചടി, അത് മാനേജ് ചെയ്യാൻ BJP-ക്കും NDA-ക്കും കഴിയുമോ? ഇത് ഒരു വളരെ ട്രിക്കി മാത്സ് ആണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ അജിത് പവാറിന്റെ പക്ഷം പിടിക്കുന്ന വോട്ടുള്ളത് വേറെ റീജിയനിലാണ്. അവരുടെ കോർ വോട്ട് ബേസുകളിൽ മാത്രമേ അവർക്ക് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ഈ മറാഠ്വാഡയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീറ്റിൽ BJP-ക്ക് മേൽക്കോയ്മയുള്ള സീറ്റിൽ അവിടെ നിന്ന് ശിവസേനയുടെ വോട്ട് വന്നത് അത് തിരിച്ചു പിടിക്കാൻ അജിത് പവാറിന്റെ പക്ഷം അവിടെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഉണ്ടാവണ്ടേ. അങ്ങനെ ആ ഒരു മാത്സ് വർക്കാവില്ല. ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന ഇവിടെ നിന്ന് പോയ 10-നെ അപ്പുറത്തെ 10 കൊണ്ട് പിടിക്കാമെന്ന് പറയുന്നത് ഇതൊരു വളരെ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഡെമോഗ്രഫിയാണ്. ഈ ഡെമോഗ്രഫിയിൽ ഓരോരോ പോക്കറ്റുകളിലാണ് ഈ പറയുന്ന NCP-യും ശിവസേനയും ഉദ്ധവ് ഠാക്കറെയും കോൺഗ്രസും എല്ലാം ഓരോരോ പോക്കറ്റുകളിലാണ് സ്ട്രെങ്ത്. ഇത് നമ്മൾ പൂർണ്ണമായി മഹാരാഷ്ട്രയുടെ ഭൂപടം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അജിത് പവാറിന് ഈ പറയുന്ന ഉദ്ധവ് ഠാക്കറെ പോയതിന്റെ കുറവ് നികത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തോടെ യോജിക്കാൻ യുക്തിയില്ല, അതിനൊരു യുക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ശിവസേനയെ സംബന്ധിച്ചാണെങ്കിൽ മുംബൈ അവരുടെ ഒരു വലിയ ശക്തികേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഒരു പഴയ ശക്തി, ഇപ്പോൾ മുംബൈ എടുത്തു കഴിഞ്ഞാൽ മുംബൈ നഗരത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കോൺഗ്രസ് 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ബാക്കി സീറ്റുകളിൽ മുഴുവൻ ശിവസേന ഉദ്ധവ് ഠാക്കറെ വിഭാഗമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നത്. അവർക്ക് ഈ മുംബൈയിൽ ഷിൻഡെ വിഭാഗത്തിനും അവിടെ പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ മുംബൈയിൽ ഈ ഉദ്ധവ് ഠാക്കറെ പക്ഷത്തിന് അവരുടെ ഒരു പഴയ സ്വാധീനം നിലനിർത്താനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമാണ്? അതിന് ഒരു സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഈ താനെ കല്യാൺ റീജിയൻ ഏകനാഥ് ഷിൻഡെയുടെ ഒരു കോർ ഫോളോവേഴ്സ് ഉള്ള ഏരിയയാണ്. അതൊഴിച്ച് മാറ്റി നിർത്തിയ മെയിൻ മുംബൈയിൽ വളരെ ശക്തമായ ഉദ്ധവ് പക്ഷം അവിടെ ഇപ്പോഴും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അവരുടെ ലീഡേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന ലോക്കൽ ലെവൽ ലീഡേഴ്സ് ആണെങ്കിലും അവരാരും വലിയൊരു ചേഞ്ചസ്, ഈ പറയുന്ന MLA-മാർ മാറിയത് പോലെയുള്ള ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടില്ല. അത് കൂടുതലും ഈ കോർപ്പറേഷൻ ലെവലിലും
കോർപ്പറേഷനും ഈ ഒരു ഇഷ്യൂ ഉണ്ട് ആക്ച്വലി. അവിടുത്തെ ലീഡേഴ്സിൻ്റെയും ഇടയിലും ഒരു എങ്ങനെയാണ് ഈ രണ്ട് ചേരികളും തമ്മിലുള്ള മാറ്റം എന്നുള്ളത് അവർക്കും എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു ഉദ്ധവ് ഠാക്കറേക്ക് സെൻട്രൽ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ അവർക്കൊരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമായിരുന്നു മറാത്ത സംവരണം. കുറേ കാലമായിട്ട് സജീവമായ പ്രശ്നമാണ്. രണ്ട് സർക്കാരുകൾ ഇതിനു മുമ്പ് മറാത്ത സംവരണത്തിന് വ്യവസ്ഥ കൊണ്ടുവരികയും അത് കോടതി ഇടപെട്ട് സംവരണത്തിൻ്റെ പരിധി ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് റദ്ദാക്കുകയും ചെയ്തതാണ്. ഇത്തവണ പക്ഷേ ഈ ഷിൻഡെ സർക്കാർ വന്നതിന് ശേഷം മറാത്ത സംവരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം വലിയ ശക്തമായിട്ട് തെരുവിലുണ്ടായി. ഒടുവിൽ ഷിൻഡെ സർക്കാർ ഒരു 10% സംവരണം ഏർപ്പെടുത്തിയിട്ട് ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നു. അതിൻ്റെ നിലനിൽപ്പാണെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കോടതി വിധിയുടെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ നിലനിൽപ്പ്. ജനസംഖ്യയിലാണെങ്കിൽ ഏതാണ്ട് 30% വരും മറാത്ത വിഭാഗം. സംവരണ പ്രശ്നം, മറാത്ത സംവരണം എന്നുള്ളൊരു ഇഷ്യൂ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കുക? ഏതാണ്ട് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ പ്രധാനമാണ് ഈ പ്രശ്നം. ഈ മറാഠ സംവരണം എന്ന് പറയുന്ന എല്ലാ ഇലക്ഷന് മുമ്പും കാണുന്ന ഒരു പ്രതിഭാസമാണ്. കാരണം വെച്ചാൽ എല്ലാ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന ഓപ്പോസിഷൻ പാർട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത്. ആ സമയത്ത് മറാഠ വികാരം ഒന്നിച്ചു വരികയും അവർ ആ പ്രക്ഷോഭം നയിക്കുകയും. പക്ഷെ അതൊരു വ്യക്തമായൊരു ഈവൻ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഈ മറാഠ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തേക്കും കോൺഗ്രസ് അനൗൺസ് ഇപ്പൊ പൃഥ്വിരാജ് ചവാൻ ലാസ്റ്റില് 2014 ആ സമയത്ത് അവരുടെ ഇലക്ഷന് തൊട്ട് മുമ്പേ ഈ പറയുന്ന സെയിം മറാഠ ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ഏക് മറാഠ എന്ന് പറഞ്ഞ വലിയൊരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഈ മറാഠകളിലും അവർ വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ അവരുടെ വ്യൂസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടെ റിസർവേഷൻ വേണമെന്ന് പറയുമ്പോഴും പക്ഷേ അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറുന്നില്ല. ഒരിക്കലും ഈ മറാഠ റിസർവേഷൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കോടതി അപ്രൂവ് ചെയ്ത് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അതിന് ഈ പറയുന്ന ലിമിറ്റിന് പുറത്താണ്. അതൊക്കെ മാറ്റണമെങ്കിൽ അത് നമ്മുടെ മൊത്തം ഒരു പരിഷ്കാരം റിസർവേഷൻ ഒരു സിസ്റ്റത്തിലെ ചേഞ്ച് ആവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ അത് നടക്കൂ. അത് അവർക്ക് ലീഡേഴ്സിനും അറിയാം. അത് എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയൊരു വിഷയമായിട്ട് മാറും എന്ന് തോന്നുന്നില്ല മറാഠ റിസർവേഷൻ. പക്ഷെ എന്നാൽ മറ്റു വിഷയങ്ങളുണ്ട്. ഈ പറയുന്ന വിലക്കയറ്റം എന്നൊക്കെ പറയുന്ന വളരെ വ്യക്തമായിട്ട് ഈ അവിടുത്തെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. കർഷക പ്രശ്നങ്ങൾ. അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ കർഷകരുടെ പ്രശ്നം അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. നമ്മൾ ഈ രാജ്യത്തെ കർഷക ആത്മഹത്യകളുടെ കണക്കെടുക്കാൻ തുടങ്ങുന്നത് തന്നെ മഹാരാഷ്ട്രയിലെ കർഷകരുടെ ആത്മഹത്യകൾ പുറത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഇപ്പോഴും അത് കുറവല്ലാതെ നടക്കുന്നു. ഇപ്പോൾ കർഷക സംഘടനകളൊക്കെ പറയുന്നത് കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് കർഷകർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിൽ വലിയൊരു അളവ് മഹാരാഷ്ട്രയിൽ നിന്നാണ് എന്ന് പറയുന്നു. കർഷകരുടെ പ്രക്ഷോഭം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് ശക്തമായ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. കർഷകരുടെ പ്രശ്നം ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മറാഠ കമ്മ്യൂണിറ്റി തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം മറാഠ കമ്മ്യൂണിറ്റിയിൽ വളരെ കൂടുതലുമാണ്. അത് ഒരു വിഷയം. അതുപോലെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായിരുന്നു. അത് ഈ വോട്ടിങ്ങിനെ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വ്യൂവിനെ മാറ്റിമറിക്കാൻ പാകത്തിലേക്ക് അത് തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നിരുന്നോ? ഇത്തവണ അതൊരു വിഷയം ആകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം ഒരു തരംഗം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. തരംഗത്തെ ഓവർകം ചെയ്തിട്ട് ലോക്കൽ ഇഷ്യൂസ് ഒരിക്കലും സർഫസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത്തവണ ഇതിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ലോക്കൽ ഇഷ്യൂ ബേസ് ചെയ്ത് തന്നെയാണ് രണ്ട് ഭാഗത്തെയും ലീഡേഴ്സ് സംസാരിക്കുന്നത്. ഒരു പക്ഷം സംസാരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും, മറ്റു പക്ഷം സംസാരിക്കുന്നത് ഇവരെന്ത് ചെയ്തില്ല എന്നുള്ളതും. ഈ കോർ ലോക്കൽ ഇഷ്യൂയിലേക്ക് തന്നെ മാറി. വിലക്കയറ്റം എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ട് ഗ്രാമങ്ങളിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ GDP ഗ്രോത്തും എല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഈ പറയുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഈ പറയുന്ന ബോട്ടം ഓഫ് ദ പിരമിഡ് പെട്ട കാറ്റഗറിയിൽപ്പെട്ട ജനങ്ങൾ അവരുടെ വളർച്ച എന്ന് പറയുന്നത്, അവരുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം എസ്പെഷ്യലി ഈ പറയുന്ന ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ വിലക്കയറ്റമൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ഈ കാർഷിക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭം പോലും ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അവരുടെ ചെലവുകൾ കൂടുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആശുപത്രി ചെലവുകൾ, യാത്രാ ചെലവുകൾ, പിന്നെ ഈ കൃഷിപ്പണിക്ക് വേണ്ട ചെലവുകൾ, എല്ലായിടത്തും മാക്കനൈസേഷൻ വന്നിട്ട്
വലിയ വലിയ ലാർജ് ഏരിയകളുള്ള പ്രഭുക്കൻ മറ്റേ ഈ പറയുന്ന ലാൻഡ് ലോഡ്സ്, അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ല. അവരെ സംബന്ധിച്ചോളം ഇന്ന് ഒരു 15 കോടിക്ക് വിളവിറക്കുകയാണെങ്കിൽ അതൊരു 18-20 എന്നുള്ള രീതിയിൽ വിളവ് കിട്ടുകയും അത് ഈ പറഞ്ഞ വലിയ കോർപ്പറേറ്റ് എയർലൈൻസ് റീറ്റെയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ കോർപ്പറേറ്റ് ചെയിൻസ് ഉണ്ടല്ലോ, അവർക്ക് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുന്ന മാതൃക അവർക്കുണ്ട്. അത് കൊണ്ടുപോവുകയും ചെയ്യാം. പക്ഷെ സാധാരണ കർഷകർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ സംബന്ധിച്ചോളം അവർ ഈ ലോക്കൽ മണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ലോക്കൽ മാർക്കറ്റ്, അവിടെ ചെന്ന് രാവിലെ തന്നെ ട്രക്കിൽ ടൊമാറ്റോ നിറച്ച് അവിടെ കൊണ്ടുപോയി വിൽക്കുക. ആ പറയുന്ന വിൽക്കുന്ന വില കിട്ടിയില്ലെങ്കിൽ ഇപ്പം 100 ഒരു കിലോയ്ക്ക് 6 രൂപ 7 രൂപ ചിലവായ സ്ഥലത്ത് മണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഓഫർ ചെയ്യുന്ന ചിലപ്പോൾ 4 രൂപയായിരിക്കും, അല്ലെങ്കിൽ 5 രൂപയായിരിക്കും. ആ സിറ്റുവേഷനിൽ അവർ പല സ്ഥലങ്ങളിലും ഇവിടെ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആ മാർക്കറ്റിൽ വിൽക്കാതെ ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന് പോകുന്ന വഴിക്ക് ഈ ഫ്യൂവൽ ലാഭിക്കാൻ വേണ്ടി ഈ പൊതു സ്ഥലങ്ങളിൽ ടൊമാറ്റോ ട്രക്കിൽ നിന്ന് ഇറക്കി കളഞ്ഞേച്ചെന്ന് പോകും. ആ ഒരു സിറ്റുവേഷൻ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ താഴെ തട്ടിലുള്ളവർ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആണ്. ഈ വിലക്കയറ്റം കാരണവും ഈ പറയുന്ന തൊഴിലില്ലായ്മ, കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പേര് കർഷകർ മാത്രമല്ല, ഒരു കുടുംബത്തിൽ കർഷകർ മാത്രമല്ല ഉണ്ടാകുന്നത്. കാരണം അവിടെ ഈ പറയുന്ന ഗവൺമെന്റ് ജോബ് കിട്ടുന്ന 1-2 പേരുണ്ടാവും. അപ്പം ആ അതിലൊരു സ്ലോ ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലി ആ ഒരു ഹോൾ ഫാമിലി എഫക്റ്റ് ചെയ്യും. അതെല്ലാം ഒരു വിഷയമാണ്. ഇത് ഫ്യൂച്ചറിൽ ഇത് കൂടുതൽ വലുതായി വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം വെച്ചാൽ പ്രോപ്പറായിട്ടൊരു പോളിസി ചേഞ്ച് കൊണ്ടുവന്ന് ഇതിലൊരു ഈ താഴെക്കടയിലുള്ളവരുടെ ഇടയിൽ ഒരു ചെറിയൊരു അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് ഉണ്ടായില്ലെങ്കിൽ അതൊരു വലിയൊരു ഫാക്ടറായിട്ട് ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ അവസാനമായിട്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ, അതുണ്ടാക്കിയ സങ്കീർണതകൾ ഒരു ഭാഗത്ത്, ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി, യഥാർത്ഥത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വിലക്കയറ്റം, ദുരിതങ്ങൾ, തൊഴിലില്ലായ്മ, അതുപോലെ കാർഷിക മേഖലയിൽ പ്രതിസന്ധി, ഇതൊക്കെ മറുഭാഗത്ത്. ഇത്തരം ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഈ 2019 കിട്ടിയ ഒരു 41 സീറ്റ് അത് നിലനിർത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യക്ക് സാധ്യതയുള്ള കാര്യമാണോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചില അഭിപ്രായ സർവേകളൊക്കെ ഏതാണ്ട് 41 സീറ്റിൽ തന്നെ അവർ തിരിച്ചു വരും എന്നൊക്കെ പ്രവചിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചർച്ച ചെയ്ത വിഷയങ്ങൾ മനസ്സിൽ വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അതിലൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം വെച്ചാൽ ഇത് പൊതുവേ ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഹൃദയഭാഗത്തായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ബോർഡറായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും ആ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫീല് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റും കൂടെയാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന വൺ സൈഡഡ് ആയിട്ട് സംഭവിക്കുമെന്ന് തോന്നില്ല. നമുക്കറിയില്ല ഇതിൻ്റെ ഒരു ഡൈനാമിക്സ്, റിസൾട്ടിൻ്റെ ഡൈനാമിക്സ് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും ഒരു നമ്പർ പറയുന്നതിനേക്കാളും കൂടുതൽ അത് ഒരു വൺ സൈഡഡ് ആയിട്ട് തീരും എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ 2019 5 സീറ്റാണ് NCPയും കോൺഗ്രസും കൂടെ നേടിയത്. അവിടെ അവർ നിലമെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യത എത്രത്തോളം? ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ വോട്ട് നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചില്ല, അത് പൂർണ്ണമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ള ഇതൊക്കെ പറഞ്ഞിരുന്നു. അവർക്ക് ഈ 5-ൽ നിന്ന് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ? ഉണ്ട്. അത് 5-ൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ ഉണ്ട്. അതിനോട്ട് താഴെ പോകാൻ, കാരണം വെച്ചാൽ ഏറ്റവും വലിയ തരംഗങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ 5 വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യതയുള്ള ഫാക്ടർ എന്താ ഉള്ളത്? അങ്ങനൊരു കാരണം വേണം. ഒരു കാരണമില്ലാതെ താഴോട്ട് പോകേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ 32% വോട്ട് എന്ന് പറഞ്ഞത് NCPയും കോൺഗ്രസുമായിട്ട് കഴിഞ്ഞ 2019 നേടിയതിൽ നിന്ന് 32, നമുക്ക് 5 വിടാം, 32% നിന്ന് താഴോട്ട് പോകേണ്ട എന്ത് ഫാക്ടറാണ്? അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുമെന്നാണ് ഉള്ള ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ. റൈറ്റ്. അതാണ് മഹാരാഷ്ട്രയിൽ പോളിംഗ് കഴിഞ്ഞപ്പോഴുള്ള ഒരു, അല്ലെങ്കിൽ പോളിംഗിൻ്റെ തുടർച്ചയായി
വിവിധ ഘട്ടങ്ങളിലൂടെ പോളിംഗ് പൂർത്തിയായ സാഹചര്യത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ചിത്രം. ശക്തമായ മത്സരം നടക്കുന്നു. പല കക്ഷികൾക്കും ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് മഹാരാഷ്ട്രയിൽ. അതിനോടൊപ്പം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.